പൊട്ടിപ്പൊളിഞ്ഞതും പുനർനിർമ്മാണം നടക്കാത്തതുമായ ഇഷ്ടംപോലെ ഗ്രാമീണ റോഡുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ റോഡ് പണി തുടങ്ങാത്ത ഗ്രാമീണ പാതകളെ പറ്റിയിട്ടാണ് ഇടുക്കിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ വഴി എന്ന് നന്നായി കിട്ടുന്നോ അന്നേ ഞങ്ങൾ ഇലക്ഷൻ വോട്ടിടാൻ പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ വോട്ടിടാൻ ഞങ്ങൾ വോട്ടറെ ഇവിടുത്തെ ജനങ്ങൾ ആരും പോകത്തില്ല. ഇതുപോലെ വഴി കിടക്കുമ്പോൾ മെമ്പർമാർ ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ മെമ്പർമാർ? 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന വട്ടപ്പതാൽ മലൈപുതുവൽ മേഖലയിലെ ജനങ്ങളുടെ ദുരിതമാണ് ഈ വാക്കുകളിൽ. പഞ്ചായത്തും MLA ഓഫീസും കയറിയിറങ്ങിയതിൻ്റെ ഫലമായി 2 കിലോമീറ്ററിന് 2 കോടി രൂപ അനുവദിച്ചു. പണി ആരംഭിച്ചു. നാട്ടുകാരിൽ വലിയ പ്രതീക്ഷ. മഴയിൽ നിർമ്മാണം നടന്ന ഭാഗം പോലും തകർന്നു. ശേഷിക്കുന്ന 1.5 കിലോമീറ്റർ ദൂരത്തേക്കാകട്ടെ യാതൊരു ഫണ്ടും നിലവിലില്ല. അറ്റകുറ്റപ്പണികൾ നടത്താൻ മാത്രമേ ഫണ്ടുള്ളൂ എന്ന് പഞ്ചായത്ത്. ഇനി ജില്ലയിലെ വലിയ തോവാള വട്ടപ്പാറ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. 60 വർഷത്തിലധികം പഴക്കമുള്ള റോഡ് വർഷങ്ങളായി PWD ഏറ്റെടുത്തിട്ട് കരാർ നൽകി. പണികൾ ആരംഭിച്ചു. 2 വർഷമായി. കരാറുകാരനെ വിളിച്ചാൽ വ്യക്തമായ മറുപടിയില്ല. പാതയെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ജീവിതം ചെളിയിൽ മുങ്ങി. ഒരു ജീവൻ വരെ നഷ്ടമായി. അപ്പോൾ നെഞ്ചുവേദന ഉണ്ടായെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാഹനം വിളിക്കുകയും ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു തരത്തിലൊരു വാഹനം പോലും കടന്നു വരാൻ കഴിയാത്ത അവസ്ഥ കിടക്കുന്നതിനാൽ വാഹനം വരാൻ വൈകുകയും നെഞ്ചുവേദന കഠിനമായതിനെ തുടർന്ന് അച്ചാച്ചന് ഈ റോഡ് പണിക്ക് വേണ്ടി ഇറക്കിയിട്ടിരിക്കുന്ന ആ ഭാഗത്തുള്ള ഒരു കല്ലിൽ ഒന്ന് വിശ്രമിക്കുകയും ചെയ്തു. ഹൃദയകാഠിന്യം മൂലം എൻ്റെ അപ്പച്ചൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. 1/4 നൂറ്റാണ്ടിലധികമായി 23 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വലിയപാറ കൊച്ചോലിക്കൽ റോഡ് പൂർണ്ണമായും മൺവഴിയാണ്. കുത്തനെയുള്ള കയറ്റവും. റോഡ് കോൺക്രീറ്റ് എങ്കിലും ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാവശ്യപ്പെട്ടിട്ട് പഞ്ചായത്തിനും ജനപ്രതിനിധികൾക്കും യാതൊരു കുലുക്കവുമില്ല. ഇവിടേക്കെത്താനുള്ള മറ്റൊരു വഴി തമിഴ്നാട് വനം വകുപ്പിൻ്റെ പിടിവാശിയിൽ മുടങ്ങുകയും ചെയ്തു. ഈ 3 റോഡുകൾ ഉദാഹരണങ്ങൾ മാത്രം. ഇനിയുമുണ്ട് ജില്ലയിൽ റോഡ് അന്യമായി നിൽക്കുന്നതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമായ ഗ്രാമീണ പാതകൾ. കർഷകരും തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരുമൊക്കെയാണ് ഈ ഗ്രാമീണ പാതകളെ പ്രധാനമായും ആശ്രയിക്കുന്നവർ. അധികാരികൾ കണ്ണടയ്ക്കുന്നത് ഇവർക്കു നേരെയാണ്. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.